എട്ടാം ക്ലാസ്സിലേക്ക് പുതിയതായി എത്തിയ വിദ്യാർത്ഥികൾ, അതായത് ഏഴാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളുണ്ട്. നിങ്ങളുടെ എട്ടാം ക്ലാസ്സിൽ നിങ്ങളുടെ ഏഴാം ക്ലാസ്സിനേക്കാൾ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് മാറ്റം എന്നാണ് ഞാൻ ഈ റീലിൽ പറയുന്നത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ എട്ടാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് എത്തുന്ന വിദ്യാർത്ഥി എന്തൊക്കെ മാറ്റങ്ങളാണ് നേരിടുക. ഒന്നാമത്തെ മാറ്റം, ഏഴാം ക്ലാസ് വരെ ആ കുട്ടി UP അല്ലെങ്കിൽ അപ്പർ പ്രൈമറി കാറ്റഗറി ആണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ ആ കുട്ടി ഹൈസ്കൂൾ അഥവാ ഹൈസ്കൂൾ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യാണ്, മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മാറ്റം എന്താ, UP യിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് മാറി. രണ്ടാമത്തെ മാറ്റം, ഏഴാം ക്ലാസ് വരെ അവർക്ക് ഗ്രേഡ് ആയിരുന്നു, A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, D ഗ്രേഡ് എന്നാണ് എക്സാം നടന്നിരുന്നെങ്കിൽ എട്ടാം ക്ലാസ് എത്തുമ്പോൾ മാർക്കിലേക്ക് മാറും. മിക്ക സബ്ജക്റ്റും 40 മാർക്കിൻ്റെ വിഷയമായിട്ട് മാറാണ്. മൂന്നാമത്തെ മാറ്റം, കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. ഏഴാം ക്ലാസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 2 ഇരട്ടിയോളം കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതായത് ഏഴാം ക്ലാസ് പഠിച്ച ചാപ്റ്ററിലെ കണ്ടന്റിനേക്കാളും ഇരട്ടി കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതാണ് അടുത്ത വലിയൊരു മാറ്റം. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം, ബേസിക് സയൻസ് 3 സബ്ജക്റ്റ് ആയിട്ട് മാറാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 സബ്ജക്റ്റ് ആയിട്ട് ബേസിക് സയൻസ് മാറുകയാണ്. ഇങ്ങനെയൊരു മാറ്റം ഉണ്ടെങ്കിലും എക്സാം ഒരു ദിവസം തന്നെ ആയിരിക്കും. അതായത് 20 മാർക്കിന്റെ ഫിസിക്സ്, 20 മാർക്കിന്റെ കെമിസ്ട്രി, 20 മാർക്കിന്റെ ബയോളജി, അങ്ങനെ മൊത്തം 60 മാർക്കിന് ഒരു ദിവസം അടുപ്പിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, പരീക്ഷ ഉണ്ടാവുക. അതായത് 45 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി കെമിസ്ട്രി തരും. അടുത്ത 45 മിനിറ്റ് കഴിഞ്ഞാൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി ബയോളജി തരും. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരേ സമയത്ത് 3 എക്സാമുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നടക്കും. പക്ഷേ അതിന് ഓരോന്നിനും ഓരോ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഫിസിക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, കെമിസ്ട്രിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക്, ബയോളജിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ ഓരോരോ ടെക്സ്റ്റ് ബുക്കായി മാറുന്നു. ബാക്കി വിഷയങ്ങളൊക്കെ 40 മാർക്കിന് വിഷയങ്ങളായിട്ട് മാറുകയാണ്. സോഷ്യൽ, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അറബി അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാടാ, 40 മാർക്കിൻ്റെ വിഷയങ്ങളായിട്ട് മാറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഈ 40 മാർക്കിൻ്റെ വിഷയത്തിൽ 12 മാർക്ക്, അതായത് 30% മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാം, നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സാൻ പറ്റൂ. അപ്പോൾ 30% മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമിൽ എഴുതിയെടുക്കണം. 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 12 മാർക്കും, 20 മാർക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ വിഷയമാണെങ്കിൽ 6 മാർക്ക് നിങ്ങളുടെ റിട്ടൺ എക്സാമിൽ എഴുതിയെടുത്താലേ നിങ്ങൾക്ക് എക്സാമിൽ പാസ്സാവാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നുന്നുണ്ടോ? ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായി പഠിക്കാൻ നിങ്ങൾക്ക് 8ാം ക്ലാസ് ഉഷാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച മാർക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എനിക്ക് 8ാം ക്ലാസ് അടിപൊളിയായി പഠിക്കണം എന്നുള്ളൊരു മെസ്സേജ് അയച്ചോ. ഞാൻ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യല്ലേ വേണ്ടത്, nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, എനിക്ക് 8ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താണ് 8ാം ക്ലാസ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് നേടാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോ, nafi.eduport 8ാം ക്ലാസ് അടിപൊളിയായി പഠിക്കണം.